നമസ്കാരം. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യം എന്നുള്ളത്. മാലിന്യമാണ് നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അപകടം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ മാലിന്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ മാലിന്യം വളരെ ഒരു തുള്ളി മാലിന്യമില്ലാതെ എങ്ങനെ സംസ്കരിക്കാമെന്ന് നമ്മൾ പഠിക്കുകയും ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടിലങ്ങാടി പഞ്ചായത്തും ഹരിത കർമ്മസേനയും കൂടി ചേർന്ന് നമ്മൾ ഓരോ വീടുകളിലും കയറി ആ മാലിന്യം ശേഖരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ജനപ്രതിനിധികളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ആ മാലിന്യ സംസ്കരണത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇവരെത്തും. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ശേഖരിച്ചിട്ടുള്ള മാലിന്യം തീർച്ചയായും അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക. അങ്ങനെ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിൽ നിങ്ങളുടെ സാന്നിധ്യവും തീർച്ചയായും നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോടുകൂടി ഒരു സേവന മനസ്സോടുകൂടി നിങ്ങൾ അർപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്ലീസ് വാച്ച് ഇറ്റ്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ചുകൊണ്ട് അത് നമ്മൾ MCFലെത്തിച്ച് വേർതിരിച്ച് കയറ്റി അയക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അത് ആദ്യമായിട്ട് ഇവിടെ ഒരു വീട്ടിൽ നിന്ന് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന നമ്മൾ കുറച്ചുകാലം പ്രവർത്തനം നിന്ന് പോരുന്നതാണ്. വീട്ടിൽ പൂർവാധീന ശക്തിയായിട്ട് ആരംഭിക്കുന്ന ദിവസമാണെന്ന്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീട്ടിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് നമ്മുടെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ശേഖരിച്ച് അത് MCFലെത്തിച്ച് തരംതിരിച്ച് വേണ്ട രീതിയിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ ഹരിത കർമ്മസേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടിൻ്റെ പരിസരവും അതുപോലെ തന്നെ നമ്മുടെ നീർച്ചാലുകളൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അജൈവ വസ്തുക്കളെ നിങ്ങളെല്ലാവരും ഹരിത കർമ്മസേന നിങ്ങളുടെ എത്തുമ്പോൾ അവരുടെ ഏൽപ്പിച്ച് അവർക്ക് വേണ്ട പിന്തുണ നൽകണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, CDS ചെയർപേഴ്സൺ, നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, നമ്മൾ ഇന്ന് വലിയ ഒരു ജനകീയ പങ്കാളിത്തത്തോടെ നടക്കേണ്ടുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹരിത കർമ്മസേന വളരെ സന്നദ്ധരായിക്കൊണ്ട് വന്ന ആളുകളെ വെച്ച് നമ്മൾ തുടക്കം കുറിക്കുന്നത്. കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും, നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാരുടെയും കച്ചവടക്കാരുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ പിന്തുണ ഇതിന് അനിവാര്യമാണ്. കാരണം നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും പഞ്ചായത്ത് ഭരണസമിതിക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്താക്കിയിട്ട് മാറ്റാനുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ മുന്നേ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ 1-ാം ഘട്ട പരിപാടിയൊന്നും ആരംഭിച്ചതായിരുന്നു. പ്രളയം വന്നതിന് ശേഷം അതിന് നമുക്ക് മുഴുവനാക്കാൻ പറ്റിയില്ല, പ്രതീക്ഷിച്ച അത്ര വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും
ഇപ്പോൾ നമ്മൾ അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ, നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി, കുടുംബശ്രീ, ഈ എല്ലാ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മുക്ത ഒരു പഞ്ചായത്താക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വിജയിക്കും എന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. ആ ഒരു ഉറപ്പോട് കൂടിയിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ വീട്ടുകാരും അതുപോലെ തന്നെ കടകളും എല്ലാം സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാവിധ സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു വിജയം 100% വിജയിക്കാൻ പറ്റുമെന്നുള്ള ആത്മാർത്ഥത കൂടി തന്നെ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ പഞ്ചായത്തിലെ നമുക്ക് ഏറ്റവും അധികം പ്രയാസമുണ്ടാകുന്ന ഒരു സംഭവമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ പരിസരവും അതേപോലെ നീർച്ചാലുകളും കുടിവെള്ളമൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിൽ അത് കത്തിച്ചു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങളുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ശക്തമായ പ്രവർത്തനമാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ഖരമാലിന്യങ്ങൾ പഞ്ചായത്ത് ശേഖരിക്കുകയും അത് അതിൻ്റേതായ രൂപത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് പഞ്ചായത്ത് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ കടകളിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽ നിന്ന് നമ്മൾ ഈ മാലിന്യം ശേഖരിച്ചുകൊണ്ട് നടത്തപ്പെടുന്നത്. അതിന് പഞ്ചായത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും നിശ്ചയമായ സഹകരണമാണ് ഇതിലേക്ക് ആവശ്യം. നനയാതെ രൂപത്തിൽ പ്ലാസ്റ്റിക് കവറുകൾ വീട്ടിൽ സൂക്ഷിക്കുകയും ഹരിതകർമ്മ സേന അംഗങ്ങൾ വീട്ടിൽ സന്ദർശിക്കുന്ന സമയത്ത് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവർ ഈ മാലിന്യം ശേഖരിക്കും. അവർക്ക് അതിന് കൃത്യമായ യൂസർ ഫീയും എല്ലാ പഞ്ചായത്തിലെ മുഴുവൻ വീട്ടുകാരും നൽകിക്കൊണ്ട് ഞങ്ങളുമായി സഹകരിക്കണമെന്നും പഞ്ചായത്തിൽ നിന്ന് മാരകമായ രോഗങ്ങൾ തുടച്ചു മാറ്റുന്നതിനും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അതുമായി എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നുമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരിതകർമ്മസേനയുടെ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കുടുംബശ്രീ സംരംഭകർ ഇവർക്കൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഇത്. നമ്മളെ ഓരോ വീട്ടിൽ ചെന്നിട്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് നമ്മളെ MCF-ലെത്തിച്ച് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്നും പറയാം. ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ആണ് അവർ സ്വീകരിക്കുന്നത്, ഏതൊക്കെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വേസ്റ്റുകളാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. എല്ലാ മാലിന്യങ്ങളും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി നമ്മുടെ 1-ാം വാർഡ് മെമ്പർ മുസ്തഫ പി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. കുട്ടലങ്ങാടി പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളെ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിന് തുടക്കം കുറിക്കുകയാണ്. നമ്മളെ വീടുകളിലൊക്കെ പോയി മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പമ്പേഴ്സ് എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ സാധാ തുണി, വസ്ത്രം, പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, കാര്യമായിട്ട് അത്ര സാധനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ, അല്ലാത്ത ചെരുപ്പ്, ബാഗ്, പിന്നെ നമ്മൾ കവറുകൾ ഇതൊക്കെ ശേഖരിക്കും. പിന്നെ കുപ്പിച്ചില്ല്, ഇത്തരം കാര്യങ്ങളൊക്കെ ശേഖരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാ വീട്ടുകാരും ഒക്കെ വേർതിരിച്ച് ഉഷാറായിട്ട് വെക്കണം എന്ന് പറയണം. എല്ലാവരും ഈ പരിപാടിയോട് സഹകരിക്കണം. ബഹുമാന്യരെ, കുട്ടലങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ ഇടയ്ക്ക് വെച്ച് നിന്നുപോയ, പ്രളയം കാരണം നിന്നുപോയ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം, അതിൻ്റെ പുനരുപയോഗം വീണ്ടും നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ചുമതലയാണ് നമ്മുടെ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം. ഇത് രണ്ടും ഒരേ സമയം തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പുനരുപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു MCF റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെ ഇവർ കളക്ട് ചെയ്യാൻ വരുമ്പോൾ അതിന് ചെറിയ ഒരു യൂസേജ് ഫീ കൊടുക്കേണ്ടതുണ്ട്, വെറും 50 രൂപ. അപ്പോൾ 50 രൂപ നിങ്ങൾ കൊടുക്കാൻ മടിക്കരുത്. കാരണം നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മാലിന്യം വരുന്ന വിപത്തുകളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ 50 രൂപ പ്രശ്നമാക്കാതെ നിങ്ങൾ തീർച്ചയായും അത് അവർക്ക് കൊടുത്തവരെ സഹായിക്കുക. അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മുടെ
മുൻ മെമ്പർ ബഷീർ KM അതിന് പണം കൊടുത്തുകൊണ്ട് റെസിപ്റ്റ് സ്വീകരിക്കുന്നത് നമുക്കിവിടെ വാച്ച് ചെയ്യാം. പ്ലീസ് വാച്ച് ഇറ്റ്.